നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ പഞ്ചായത്തുകളിലൂടെ TCV നടത്തുന്ന യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിലൊന്നായ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലാണ്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്കിൽ മതിലകം ബ്ലോക്കിലാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 9 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഗ്രാമപഞ്ചായത്ത് ജില്ലയിലെ ചെറിയ ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നുകൂടിയാണ്. പെരിഞ്ഞനം നോർത്ത് മുതൽ കടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന 15 വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. നാളിതുവരെയായി LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുള്ള പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ഓരോ സീറ്റ് വീതം BJP, കോൺഗ്രസ് പ്രതിനിധികളും ഉണ്ട്. എന്തായാലും പഞ്ചായത്തിനെ സമഗ്രമായി തന്നെ അറിയാം. ചർച്ചയിലേക്ക്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനിത മോഹൻദാസ്, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ കോൺഗ്രസ് പ്രതിനിധിയും CP ഉല്ലാസ്, ഒപ്പം തന്നെ BJP പ്രതിനിധി കൂടിയായ RR രാധാകൃഷ്ണൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പ്രസിഡന്റിലേക്ക് പോകാം. എങ്ങനെയാണ് പ്രസിഡന്റ്, നിലവിൽ ഒരു 4 വർഷക്കാലം പൂർത്തീകരിച്ച് ഏതാണ്ട് ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിലവിൽ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വികസന പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തി നിൽക്കുന്നു? വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കിട്ടുന്ന ലഭ്യമായ നമ്മളുടെ ഫണ്ടിനനുസരിച്ച് എല്ലാം നമ്മളത് ചിലവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ വികസന പ്രവർത്തനമായാലും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ ഭരണസമിതി കയറിയതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യം ഒരു ഇതുണ്ടായത്, ഞങ്ങൾ ലൈഫ് പദ്ധതിക്കാണ് നമ്മൾ ഊന്നൽ കൊടുത്തത്. കാരണം ഞങ്ങൾ കയറുമ്പോൾ തന്നെ എല്ലാവരിൽ നിന്നും ഒരു ഇതാണ്, നമ്മൾക്ക് വീടിന് അപേക്ഷകൾ കൊടുത്തിട്ട് നമ്മളെ വിളിക്കുന്നില്ലല്ലോ എന്ന് ലൈഫ് പദ്ധതി പ്രകാരം. അപ്പോൾ അത് നമ്മൾ വിളിച്ചേതാണ്ട് 250ഓളം വീടുകൾ നമ്മൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമാണ്. കാരണം ഒരു വീടെന്ന സ്വപ്നം എല്ലാവർക്കും അത് ഇതാണല്ലോ. അപ്പോൾ അത് 250ഓളം വീടുകൾ. ഇനിയും നമുക്ക് ഭൂമിയും ഇല്ല വീടും ഇല്ലാത്ത ആളുകളാണ് നമ്മളുടെ ലിസ്റ്റിലുള്ളത്. ഭൂമി വാങ്ങി വരുന്ന പക്ഷം അവർക്കും നമുക്ക് വീട് കൊടുക്കാം. ഭൂമിക്കാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫണ്ടേ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അത്യാവശ്യം ഭൂമിയുള്ളവർ വീടില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരെ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ്, അല്ലാതെ നമ്മൾ വിളിക്കാതെ അല്ല. പിന്നെ അതേപോലെ ഗ്രാമസഭ കൂടുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കിഴക്കൻ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നു എന്നുള്ള ഒരു നിർദ്ദേശം. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അഗ്ലോമറേഷൻ ഫണ്ട് ഉപയോഗപ്പെടുത്തി 3 വാർഡുകളിലായിട്ട് നമ്മൾ 5 സ്ലൂയിസ് നമ്മൾ പണിതിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കൃഷിഭവൻ വാടക കെട്ടിടത്തിലായിരുന്നു. കഴിഞ്ഞ ഭരണസമിതി മെമ്പർ ഒരു 25 ലക്ഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ കൃഷിഭവൻ നമ്മൾ നല്ല രീതിയിൽ അത് പണിതു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളെ അംഗൻവാടികളിൽ 23 അംഗൻവാടിയാണ് നമുക്കുള്ളത്. 2 അംഗൻവാടി ഒഴികെ ബാക്കിയെല്ലാം സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ 3-ാം വാർഡിൽ നമുക്ക് സ്ഥലം സ്പോൺസർ കിട്ടി ഒരു 23 ലക്ഷം രൂപ ചിലവഴിച്ച് നല്ലൊരു അംഗൻവാടി നമ്മൾ ഉദ്ഘാടനം ചെയ്ത്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു അംഗൻവാടിയും കൂടി നമുക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടമില്ല. അതിന് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നതിനുള്ളിൽ സ്ഥലമെങ്കിലും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അതേപോലെ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ആയുർവേദ ആശുപത്രി നമ്മുടെ തീരദേശ മേഖലയിൽ 1-ാം വാർഡിലാണ്. അപ്പം നമ്മുടെ റോഡിൻ്റെ കിഴക്കേ ഭാഗത്തുള്ളവർക്ക് ആയുർവേദ ആശുപത്രിയിലേക്ക് പോകാൻ വളരെ വിഷമമാണ്. അപ്പം അവർക്ക് കിഴക്കേ ഭാഗത്ത് ഒരു സബ് സെൻറ്റർ വേണമെന്ന് പറഞ്ഞു. അതും ഇതേപോലെ ഒരാൾ സ്ഥലം സ്പോൺസർ ചെയ്തിട്ട് നമ്മുടെ ബഹുമാന്യനായ MP 25 ലക്ഷം രൂപ അനുവദിച്ചിട്ട് അതിൻ്റെ പണി ഏറെക്കുറെ എന്തായാലും ഞങ്ങളെ ഭരണസമിതി കഴിയുന്നതിനകത്ത് അതും നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കും. പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന പോലെ തന്നെ ചില നേട്ടങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് മറ്റ് മേഖലകളിൽ എന്തെങ്കിലും ഉണ്ട്? ഇപ്പം ആതുര ശുശ്രൂഷ രംഗത്ത് അല്ലെങ്കിൽ ലൈഫ് പദ്ധതിക്ക് അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ, കായിക, സാംസ്കാരിക രംഗത്തേക്ക് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും സംഭാവനകൾ പ്രത്യേകമായി ഉണ്ടോ? അതോ എന്തെങ്കിലും പ്രത്യേക കുടിവെള്ള പദ്ധതികൾക്ക് എന്തെങ്കിലും? ആരോഗ്യ രംഗത്ത് എന്ന് പറയുന്നത് നമ്മളെ പെരിഞ്ഞനത്ത് CSC ഉള്ളത് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ്. CSC നമുക്ക് സബ് സെൻ്ററുകളാണുള്ളത്. ആ സബ് സെൻ്ററുകളിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ പാലിയേറ്റീവ് പരിചരണ പദ്ധതി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു വർഷം 10 ലക്ഷം രൂപയാണ് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അത് തന്നെ ഫണ്ട് പോരാ എന്നാണ് നമ്മുടെ നേഴ്സ് പറയാറ്. പിന്നെ അതേപോലെ കിഡ്നി പേഷ്യൻറ്റുകൾക്ക് നമ്മൾക്ക് ഡയാലിസ് ചെയ്യുന്നതിനുള്ള ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ CSൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സുഭിക്ഷ വഴി നമ്മൾ ഭക്ഷണം കൊടുത്തു വരുന്നുണ്ട്. അതേപോലെ ഇപ്പം നമ്മൾ ആയുർവേദ ഇതുപോലെ
ആയുർവേദമല്ല, ഈ CSലെ തന്നെ ഒരു സബ് സെൻറ്റർ 1-ാം വാർഡിൽ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. അതും ഇതേപോലെ 14-ാം വാർഡിൽ ഒരു വ്യക്തി നമുക്ക് 4 സെൻറ്റ് സ്ഥലം തന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മളിതേ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് സബ് സെൻറ്റർ ഇതേ പണിയും. അതിപ്പോൾ നമ്മൾ ഇപ്പം ഈ ലാസ്റ്റാണ് നമുക്കതിൻ്റെ അംഗീകാരം. കാരണം മറ്റേ CRZ ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ അനുമതി കിട്ടാൻ ഇത്തിരി കാലതാമസം വന്നു. ഇപ്പം നമ്മൾ എന്തായാലും ഇപ്പം നമ്മൾ പോണേന് ഉള്ളിൽ നമ്മൾ കല്ലിടൽ ചടങ്ങെങ്കിലും നടത്തിയിരിക്കും. അതാണ്. പിന്നെ വിദ്യാഭ്യാസ രംഗത്തും നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കൊരു ഗവൺമെൻറ് UP സ്കൂളുള്ളൂ നമ്മുടെ സർക്കാർ തലത്തിൽ. പിന്നെയൊക്കെ മാനേജർ എന്നാലും സ്കൂളിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും അതേപോലെ നമ്മൾ ഫർണിച്ചറായാലും ഇപ്പം നമ്മൾ പ്രാതലിന് ഓരോ വർഷവും 5 ലക്ഷം രൂപ പ്രാതലിനായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നടക്കുന്നു. പിന്നെ അതേപോലെ നമ്മൾ വിജ്ഞാനോത്സവം, മറ്റു സമേതം പരിപാടി, അതേപോലെ ഇപ്പം നമ്മൾ നീന്തൽ പരിശീലനത്തിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു നമ്മളുടെ. പിന്നെ SSAക്ക് ഫണ്ട് ഓരോ വർഷവും 9 ലക്ഷം രൂപ നമ്മൾ SSA ഫണ്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഉല്ലാസ് മെമ്പർ എങ്ങനെയാണ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ വികസന നേട്ടങ്ങൾ മാത്രമാണോ അതോ എന്തെങ്കിലും ഇപ്പോൾ മറ്റ് മേഖലയിലടക്കം ഈ ലൈഫ് അടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും മേഖലയിൽ പഞ്ചായത്തിൻ്റെ നേട്ടങ്ങളാണോ കൂടുതലായും പ്രതിപാദിക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വിശപ്പിനും അതുപോലെ തന്നെ വികസനത്തിനും രാഷ്ട്രീയം പാടില്ല എന്നൊരു തത്വം ഊന്നിപ്പിടിച്ച് നടക്കുന്ന ആളാണ് ഞാൻ. തെറ്റുകൾ എവിടെ കണ്ടാലും ഞാൻ ചൂണ്ടിക്കാണിക്കും. പഞ്ചായത്ത് മെമ്പറായിട്ട് ഞാൻ വന്നത് വളരെയേറെ പ്രതീക്ഷയോടെയാണ് വന്നത്. ഞാൻ 2010 പഞ്ചായത്ത് മെമ്പറായിരുന്നു. അന്ന് ഒരുപാട് വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിൽ ഊന്നിക്കൊണ്ടാണ് വന്നത്. അപ്രകാരം കാര്യമായൊരു വികസനം നടത്താൻ എനിക്കെന്നല്ല മറ്റ് പഞ്ചായത്ത് മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടില്ല. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പണത്തിൻ്റെ ലഭ്യത, ഫണ്ടിൻ്റെ ലഭ്യത കുറവാണ് അതിനൊരു കാരണം. അത് കറക്റ്റാണത്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലൊക്കെ വികസനങ്ങളെ വാർഡുകളിൽ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൽ നിരാശയാണ് ശരിക്കും എനിക്കുള്ളത്. പിന്നെ ഇവിടുത്തെ തനത് ഫണ്ടിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 3 കോടി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ലക്ഷ്യം ഈ പഞ്ചായത്തിനുണ്ടായിരുന്നു. ഒരുപാട് നാൾ മുമ്പ് തന്നെ, കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാന സ്രോതസ്സായിരുന്നു അത് പൊളിച്ച് കളഞ്ഞു. അത് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടാനായിട്ട് 2020 ഞങ്ങൾ കയറിയ അവസരത്തിലെ ബഡ്ജറ്റിൽ അന്ന് തൊട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ വരെ ആ ബഡ്ജറ്റിൽ വലിയ വലിയ സംഖ്യകൾ വെക്കാറുണ്ട്, എല്ലാ കൊല്ലവും വെക്കാറുണ്ട്. വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തിനാ പറയുന്നത്, 52 മാസം 8 മാസം കൂടി ബാക്കിയുള്ളൂ. എന്നിട്ട് പോലും അതൊന്നും നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വരുമാനം കിട്ടിയിരുന്നത് വരെ ഇല്ലാതെ പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് പഞ്ചായത്തിൻ്റേതായ ഒരു നല്ലൊരു പ്രൊജക്റ്റ് എന്താണ് ചെയ്തിട്ടുള്ളത്? അത് പ്രസിഡൻറ്റിനുള്ളൊരു ചോദ്യമാണ്. എനിക്ക് ജനങ്ങൾക്ക് ഉപകാരമായ ഏതാണ് പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത്? ഇവിടെ സർവേകൾ, പല രീതിയിലുള്ള സർവേകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയും, ചിലപ്പോൾ ഒരു ആരോഗ്യ സർവേ പറയും. അതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് പ്രസിഡന്റ് ഒന്ന് പറഞ്ഞ കൊള്ളായിരുന്നു. മാത്രമല്ല ഇതിനു മുമ്പ് പഞ്ചായത്തിൻ്റെ ഫുൾ ഡാറ്റ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർവേ ഉണ്ടായിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 22 ലക്ഷം രൂപ കരാറ് വെച്ചുകൊണ്ടായിരുന്നു സൊസൈറ്റിക്ക് കൊടുത്തത്. കുറച്ച് ദിവസം മാത്രം അവർ വന്ന് സർവേ നടത്തിപ്പോയി. 9 ലക്ഷം രൂപ എനിക്ക് അതിൻ്റെ കണക്ക് ഞാൻ നോട്ടീസ് കൊടുത്തതിന് ശേഷം എനിക്ക് അതിൻ്റെ കറക്റ്റ് റെസീറ്റ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 9 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇവർ ഈ ഊരാളുങ്കൽ സൊസൈറ്റി ആ സർവേ വീഴ്ച വരുത്തിപ്പോയി. അതിനുശേഷം ഞാൻ നോട്ടീസ് കൊടുത്തു. എന്ത് നടപടിയാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എതിരെ എടുത്തിട്ടുള്ളത്? അതിനും പ്രസിഡന്റ് എനിക്ക് മറുപടി കിട്ടണം. പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ രീതികളും കാര്യങ്ങളും, അതായത് ഭരണ രീതികൾ പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. രാധാകൃഷ്ണൻ മെമ്പർക്ക് എങ്ങനെയാണ് ഭരണസമിതി ഒന്ന് വിലയിരുത്തുമ്പോൾ, നിലവിലുള്ള ഭരണസമിതി ഈ 4 വർഷം പിന്നിടുമ്പോൾ എങ്ങനെയാണ്? നമസ്കാരം. പഞ്ചായത്തിൽ ഭരണസമിതി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റുള്ള ഭരണസമിതിയാണ്. അതായത് ഞങ്ങൾ കയറി വരുന്ന 2020 വെള്ളപ്പൊക്കം അതൊക്കെ കൊണ്ട് ഇങ്ങനെ പൊറുതിമുട്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡ് സാമ്പത്തികമായിട്ട് വളരെ വീഴ്ചയായിരുന്നു. എടുത്തു പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിദ്ര, നമ്മുടെ ക്രെമിറ്റോറിയം, അത് എടുത്തു പറയുന്നൊരു കാര്യമാണ്. ഈ ഭരണസമിതിയിൽ ഞങ്ങൾ നടപ്പിലാക്കിയ ഏറ്റവും നല്ലൊരു പരിപാടി.
പാവപ്പെട്ട സാധാരണക്കാർക്ക്, ഇന്ന് ആൾക്കാർക്കെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആൾക്കാർക്കൊന്നും സ്ഥലമില്ല. അത് ഏറ്റവും ഫലപ്രദം ഈ 2025 ഞങ്ങളുടെ ഭരണസമിതിക്ക് എടുത്ത് പറയപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ ഒരു പദ്ധതിയാണ്. രണ്ടാമത്തത് കൃഷിഭവൻ ബിൽഡിംഗ് വന്നു, നല്ലൊരു കാര്യം. വാടകയ്ക്കാണ് താമസം, ഇത് നല്ല കാര്യം. പിന്നെ ലൈഫിൻ്റെ കാര്യം പറഞ്ഞാൽ 2018 ഇത് രജിസ്ട്രേഷൻ കഴിയുന്നത്. സ്ഥലമില്ലാത്ത ആൾക്കാർ, വീടില്ലാത്ത ആൾക്കാർ ഇതൊക്കെ പറഞ്ഞ് രജിസ്ട്രേഷൻ വന്നു. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അത് കൊടുത്തു തുടങ്ങി. അതിൽ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ട്. അതായത് എന്തായാലും 250 വീട് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്തായാലും ഈ 7 കൊല്ലം കൊണ്ട് 250 വീടൊക്കെ കൊടുക്കാൻ. ഇതിനു മുമ്പ് ഞങ്ങൾക്കറിയാം ഒരു വർഷത്തിൽ ഒരു 50 വീട് എല്ലാവിധം കൊണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ബ്ലോക്കായാലും ജില്ലയായാലും പഞ്ചായത്തിൻ്റെ ആയാലും മത്സ്യഫെഡിൻ്റെ ആയാലും SC വിഭാഗത്തിലായാലും. അപ്പോൾ അത് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ളൊരു ദോഷം, ഈ മത്സ്യമേഖലയിൽ കിട്ടുന്ന പൈസക്ക് ഈ 420 ഇല്ല. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാം. മനസ്സിലായി അല്ല? ഇതാണ് ഞങ്ങൾ കുറച്ച് കടങ്ങളൊക്കെ എടുത്ത് എന്തായാലും അപേക്ഷ നൽകിയ എല്ലാവർക്കും വീട് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ പാളിച്ച പറ്റിയിരിക്കുന്നത് ഭരണസമിതിയും കൂടി അറിയണുണ്ടോ എന്നൊരു സംശയമാണ്. ഈ ഊരാളിങ്കൽ സൊസൈറ്റിയുടെ സർവേ നടത്തിയത് ഒരു സെക്രട്ടറി നിർബന്ധമായിട്ട് അത് ചോദിച്ചാലും മറുപടി അദ്ദേഹം പറഞ്ഞിരുന്നില്ല, അത് നടത്തിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്നും അതെന്താണെന്നും ചോദിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ട്രാൻസ്ഫറാണ് ഉണ്ടായത്. അതിപ്പോൾ ആർക്കും അറിയില്ല. പിന്നെ ഇവിടെ വേറൊരു വിഷയം ഉണ്ടായിരുന്നത്, അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ കുടുംബശ്രീയുടെ വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അതിന് ഇന്നേ വരെ അവരോട് പൈസ തിരിച്ചടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും അവർ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഭരണസമിതിക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ 8 മാസം കൊണ്ടും അത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഏറ്റവും വലിയ വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഒരു തടയണ പണിതു. പെരിഞ്ഞനം പഞ്ചായത്തിലെ 6 പഞ്ചായത്ത് മഴ വന്ന വെള്ളത്തിലായിരുന്നു. വെള്ളപ്പൊക്കം, അതായത് 100 വീട്ടുകാർ അപ്പോൾ സ്കൂളിലേക്ക് വരും. ഞങ്ങളുടെ ഭരണസമിതി ആ തടയണ പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വെള്ളക്കെട്ട് എന്ന ഇത് പെരിഞ്ഞനം പടിഞ്ഞാറ് ഭാഗത്ത് 1, 2, 3, 14, 13, 15 വാർഡുകളിൽ വെള്ളക്കെട്ടുണ്ടാവില്ല. കാരണം ഇന്നേ വരെ ചരിത്രത്തിൽ ഒരിക്കലും വെള്ളക്കെട്ടില്ലാത്തൊരു പ്രദേശമായിരുന്നു പെരിഞ്ഞനം വെസ്റ്റ്. അതിൽ കഴിഞ്ഞ ഭരണസമിതി ഈ തടയണ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് വെള്ളക്കെട്ടുണ്ടായത്. തടയണ ഒരു നവംബർ ഡിസംബർ മാസത്തിൽ പൊളിച്ചു കളഞ്ഞത്. അത് ഞങ്ങളുടെ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. പിന്നെ ഫണ്ട് കുറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്. പിന്നെ ശുദ്ധജലത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാം, ജലജീവ മിഷൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജലജീവ മിഷൻ പദ്ധതി പ്രകാരം നടത്തുന്നുണ്ട്. പക്ഷേ എൻ്റെയൊക്കെ വാർഡിൽ ഒരു 70% ആൾക്കാർക്കും ശുദ്ധജലം എന്ന് പറയുന്നത് പൊതു ടാപ്പിൽ പോലും വെള്ളമില്ല. അത് ഭരണസമിതിയുടെ കുറ്റമെന്ന് പറയില്ല, എന്നാലും ഇല്ലായ്മയില്ല. തീരദേശത്താണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം. 3 കൊല്ലമായിട്ട് വെള്ളം കിട്ടുന്നില്ല. ഇതൊക്കെയാണ് മൊത്തം ഒരു ഭരണസമിതിക്ക് എന്തെല്ലാം ചെയ്തു തീർക്കാൻ പറ്റുന്ന കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫണ്ടിൻ്റെ കുറവ്, അതാണ്. അതായത് പ്രസിഡന്റിന് കാര്യമായ ഞാൻ പറയാ, കുറച്ചുകൂടി ഞാൻ വിട്ടുപോയി ഇത് പറഞ്ഞോട്ടെ. മറുപടികളോട് മെമ്പർ സൂചിപ്പിച്ച പോലെ ഞാൻ നിദ്ര ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയതിനല്ല, എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് പറയും. അതും ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും അറിയാലോ, ഒരു 3 സെൻറ്റിൽ 5 സെൻറ്റിലൊക്കെ അപ്പോൾ എന്തായാലും മറവ് ചെയ്യാൻ അത് ഇത്തിരി പ്രശ്നം തന്നെ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മളത് നടത്തിയിട്ടുണ്ട്. കുറേ നൂലാമാലകളൊക്കെ ഉണ്ടായി, അതിപ്പോൾ മെമ്പർമാർക്ക് അറിയാം. അതിൻ്റെ ഒരു ഇതിൽ നമ്മളത് ചെയ്തു. എന്ന പോലെ ഇപ്പം ഉല്ലാസ് മെമ്പർ പറഞ്ഞു, നമ്മളിപ്പോൾ സമഗ്ര ആരോഗ്യ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു വിധമൊക്കെ എല്ലാവരും നല്ല വികസനവും ഒക്കെ ആയി ഒരുവിധം അല്ലേ കേരളം പച്ച പിടിച്ചു. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ സമഗ്ര ആരോഗ്യ പദ്ധതി ലക്ഷ്യമിട്ടത്. കാരണം ഇത് നമ്മളിപ്പോൾ സർവേ ഒരുവിധം പൂർത്തീകരിച്ച് ഇപ്പോൾ വാർഡുകളിൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ക്യാമ്പ് ഒരു 80% ഇനി ഒരു 3-4 വാർഡിലും കൂടി ക്യാമ്പ് നടത്താനുള്ളൂ. അതിലൂടെ നമ്മൾ ഓരോ രോഗികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അത് അത് ഇപ്പം നമ്മളെ ഭരണസമിതി കൊണ്ട് അവസാനിക്കുന്നതല്ല, തുടർ ഭരണസമിതികളും അത് തുടർന്ന് നടത്തി പോകേണ്ട കാര്യം തന്നെയാണ്. അത് സമഗ്ര ആരോഗ്യ പദ്ധതി, അത് നമ്മൾ ലക്ഷ്യം വെച്ചതിൽ നമ്മൾക്കത് എത്തിപ്പെടാൻ കിട്ടും. അതാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശം. അല്ലാണ്ട് എല്ലാവരെയും വിളിച്ച് നമ്മൾ മരുന്ന് കൊടുക്കുക ചെയ്യുക അങ്ങനെയല്ല, രോഗം കണ്ടെത്തുക എന്നതാണ് നമ്മൾ.
പിന്നെ അതുപോലെ ഇപ്പോൾ മെമ്പർ സൂചിപ്പിച്ചത് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് നമ്മളുടെ ഒരു സെക്രട്ടറി വന്ന സമയത്ത് ആ സെക്രട്ടറി പഞ്ചായത്തിൽ അത് അങ്ങനെ ചെയ്തു. നമുക്കെല്ലാം നമ്മളെ വാർഡിലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ ഇതിൽ ഈ സിസ്റ്റത്തിലേക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സർവേ ആണത്. അപ്പോൾ അത് ഊരാളുങ്കൽ സൊസൈറ്റീനെ ഏൽപ്പിച്ചു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവർ കൊണ്ടുവന്നാൽ അത് പൂർണ്ണമാവുന്നില്ല. പൂർണ്ണമാവാത്ത കാരണം ഇവർ സർവേക്ക് ചെല്ലുമ്പോൾ വീടുകൾ അടച്ചു പൂട്ടിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് കിട്ടൂല. അങ്ങനെ അപ്പം ഈ മാസം മാർച്ച് 25-നുള്ളിൽ അവരത് പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫണ്ട് വെച്ചെങ്കിൽ ഇനി അവർക്ക് 9 ലക്ഷം രൂപ അവർക്ക് ഇനിയും നമ്മൾ കൊടുക്കാനുണ്ട്. പക്ഷെ നമ്മളത് പൂർത്തീകരിച്ച് തന്നാലേ നമ്മളത് ഫണ്ട് കൊടുക്കുള്ളൂ. പക്ഷേ 9 ലക്ഷത്തോളം ഇപ്പോൾ ഉല്ലാസ് മെമ്പർ പറഞ്ഞ മാതിരി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാർച്ച് 25-നുള്ളിൽ അവരായ 20% ബാലൻസ് ഉണ്ടായത് പൂർത്തീകരിച്ച് ഇവിടെ തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഫണ്ട് കൊടുക്കുകയുള്ളൂ. അത് നമുക്ക് ആ സർവേ ആയി വന്നാൽ നമ്മൾക്കെല്ലാം ഇവിടെ ഓഫീസിൽ ഇരുന്നും കൊണ്ട് നമ്മൾ ഒരേ വാർഡിലെ ഒരു ഇന്ന ആൾ, ഇപ്പോൾ വിനിത മോഹൻദാസ് 3-ാം വാർഡിൽ 359-ാം വീട്ട് നമ്പറിൽ അവിടെ കിണറുണ്ട്, അങ്ങനെയുണ്ട്, ഓടും വീടാണ്, അല്ലെങ്കിൽ അതെല്ലാം നമ്മൾക്ക് അറിയാവുന്ന ഒരു സർവേ ആണ്. ഡീറ്റെയിൽസ് ആ കുടുംബത്തിൽ ഇത്ര പേര് എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ വേണ്ടിയിട്ടാണ് അത് സെക്രട്ടറി ഒരു നല്ലൊരു ഇത് പറഞ്ഞപ്പോൾ നമ്മളും അതായി. പക്ഷേ ഊരാളുങ്കൽ ഇങ്ങനെ വന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ അവർ ഈ മാർച്ച് 25-നുള്ളിൽ അവരത് ശരിയാക്കി തന്നാൽ മാർച്ച് 31-നുള്ളിൽ നമ്മൾ ആ ഫണ്ട് അവർക്ക് കൈമാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് കൊടുക്കുകയില്ല, തരുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു കനവ് സംസ്കരണ കേന്ദ്രമുണ്ട്, അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 2 വണ്ടിയുണ്ട്, 2 വണ്ടി ഓടിക്കുന്നത് 2 വനിതകൾ തന്നെയാണ്. എല്ലാം അതും നല്ല രീതിയിൽ തന്നെ നമ്മൾ പോകണം. ഇപ്പം നമ്മൾ ശുചീകരണ തൊഴിലാളികളെയൊക്കെ വെച്ച് റോഡ്, ഇപ്പം നമുക്കറിയാലോ മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നല്ല ശുചീകരണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലേക്കും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാം നമുക്ക് 100% ഫണ്ടിൻ്റെ പര്യാപ്തതയൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെല്ലാ മേഖലയിലേക്ക് ഊന്നിക്കൊണ്ട് തന്നെയാണ്. പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യം പറഞ്ഞു. 2020 നമ്മൾ ഡിസംബറിലാണ് കയറിയത്. 2022 ആകുമ്പോഴേ നമ്മളായ ബിൽഡിങ് നമ്മൾ പൊളിച്ചിട്ടുള്ളൂ. അതുവരെ ബിൽഡിങ് പൊളിക്കാൻ ഇത് കേടുപാടുള്ള ബിൽഡിങ്ങാണ്, അപകടം വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമില്ല. പൊളിച്ച് അതിന് ശേഷം നമ്മളെ 2 ബഡ്ജറ്റിൽ അതിന് വേണ്ടി പൈസ മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വർഷം എന്തായാലും നമ്മുടെ MLA പറഞ്ഞിട്ടുണ്ട്, ഈ വർഷത്തെ 3 കോടിയാണ് അനുവദിച്ചേക്കുന്നത്. എന്തായാലും MLA പറഞ്ഞു ഇതെന്തായാലും നമ്മൾക്ക് ചെയ്യാം, പണിയെടുത്ത് തന്നെ തുടങ്ങാം. നമ്മളതിന് വേണ്ടി ഒരു 5 ലക്ഷം രൂപ ഒക്കെ മാറ്റി വെച്ച് നമ്മൾ അതിൻ്റെ ആദ്യ നടപടി എന്ന മാതിരി ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളതൊക്കെ ചെയ്ത് നമ്മുടെ അത് ടെൻഡർ ഇട്ട് അതൊക്കെ നടന്നു വരുന്നു. എന്തായാലും എൻ്റെ വിശ്വാസം ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും അതിന് തറക്കല്ലെങ്കിലും ഇടും എന്നുള്ളതാണ്. 3 വീടിയിലെ ഹൃദയഭാഗത്താണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ്. അത് നമ്മളുടെ ഏറ്റവും വലിയൊരു വരുമാനമുള്ള ഒരു സ്രോതസ്സായിരുന്നു. അതെന്തായാലും ചെയ്യും. ഓക്കെ. ഈ പ്രധാന ഒരു ആരോപണം BJP അല്ലെങ്കിൽ മറ്റേ രാധാകൃഷ്ണൻ മെമ്പർ കുടുംബശ്രീയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്. അത്തരമുള്ള അഴിമതി ഉണ്ടോ? അതോ കുടുംബശ്രീയുടെ അറിയാലോ, കുടുംബശ്രീ ഓഫീസ് നമ്മുടെ പഞ്ചായത്തിലാണ്. പഞ്ചായത്ത് അതിന് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവരിതൊക്കെ. പക്ഷേ കുടുംബശ്രീയുടെ അതോറിറ്റി ജില്ലാ മിഷൻ, അത് കഴിഞ്ഞ് സംസ്ഥാന മിഷൻ. അതാണ് അവർക്ക് കുടുംബശ്രീ പഞ്ചായത്തിലാണെങ്കിലും അവരെ അതോറിറ്റി എല്ലാം അവരിപ്പോൾ ജില്ലാ മിഷൻ പറയുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. ജില്ലാ മിഷനിൽ നിന്ന് അനുവദിക്കുന്ന ഫണ്ടുകൾ വെച്ച് ചെയ്യുന്നു. ജില്ലാ മിഷൻ എന്തുണ്ട്. പക്ഷേ മീറ്റിംഗ് വിളിക്കുമ്പോൾ പ്രസിഡന്റിനെ ജലയോഗത്തിൽ വിളിക്കും, അതിലൊരു വിലയിരുത്തൽ സമിതിൻ്റെ അങ്ങനെയൊക്കെ യോഗങ്ങൾ വിളിക്കുമ്പോൾ മെമ്പർമാർ പോകാറുണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാ വർഷവും നമ്മളതിന് പറയണ എല്ലാ വർഷവും ഓഡിറ്റ് ടീം വന്ന് ഇവിടെ ഓഡിറ്റൊക്കെ ചെയ്ത് പോണതാണ്. പക്ഷേ ഇതുവരെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല. ഇപ്പം ഈ അക്കൗണ്ടൻറ്റുമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പോൾ അതും സർക്കാർ തലത്തിൽ ജില്ലാ മിഷൻ മാറ്റിയിട്ടുള്ളതാണ്. വേറൊരു അക്കൗണ്ടൻറ്റ് വന്നതിന് ശേഷം പിന്നെ അങ്ങനെ കണക്കുകൾ നോക്കിയപ്പോൾ വ്യത്യാസം. അങ്ങനെയാണ് ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപയോളം കാശ് ഇവിടെ അടയ്ക്കാത്ത അവരെ CDS നോൺ ഫണ്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവർക്ക് പല പല വായ്പകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പ്രളയം കഴിഞ്ഞ പിന്നെ അതിൻ്റേതായ ഒരു വായ്പ, അങ്ങനെ അവരോരോ പേരിൽ കുറേ വായ്പകളൊക്കെ ഉണ്ട്. അപ്പം പലിശ കുറവിൽ വായ്പ കൊടുക്കുന്നു ഗ്രൂപ്പുകൾക്ക് അങ്ങനെ. അപ്പോൾ ആ പൈസ ഇവിടെ തിരിച്ചടവ് ആൾ അടച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇവർ CDS ചെയർപേഴ്സൺ ജില്ലാ മിഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മളും ഈ ജില്ലാ മിഷനിലല്ല നമുക്ക് സെക്രട്ടറിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ സെക്രട്ടറി അപ്പോൾ അവർ കാസ് ഓഡിറ്റ് ടീം വന്ന് ഇത്ര രൂപ കണ്ടെത്തി അങ്ങനെയുള്ളത് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ പോലീസ്
കേസായിട്ടിരിക്കുന്നു. അതായത് പഞ്ചായത്തിന് കൃത്യമായി നേരിട്ടുള്ള ഇടപെടലല്ല, അത് അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അതാണ് അവർ, അല്ലാണ്ട് പഞ്ചായത്തും ഞാൻ പറഞ്ഞില്ലേ, അതോറിറ്റി അവർക്ക് ജില്ലാ മിഷൻ, സംസ്ഥാന മിഷൻ, പഞ്ചായത്തിൽ അവർ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഓഫീസും പഞ്ചായത്തിലാണുള്ളത്. എന്നാലും സെക്രട്ടറിയും ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളെ കമ്മിറ്റി തീരുമാനം ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് അയച്ചു. അപ്പം ഇത്ര രൂപ ഇങ്ങനെ കെട്ടി. പിന്നെ അവർ പോലീസ് കേസാക്കിയിട്ടുണ്ട്. പോലീസ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന കാരണം. എല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പം പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട്. ഈ തനത് ഫണ്ട് ഇപ്പം നികുതിയായിരിക്കും കൂടുതലെന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് തനത് ഫണ്ട് എന്തെങ്കിലും പഞ്ചായത്തിന്? അത് നമുക്കത് കുറവാണ്. നികുതിയേതര ഇത് നികുതി മാത്രമേ. പിന്നെ ഇതേപോലെയുള്ള നമുക്കൊരു കമ്മ്യൂണിറ്റി ഹാളേ പിന്നെ ഉള്ളൂ. പിന്നെ ഇത് 3 വീടിയിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതാണ് ഇപ്പോൾ നമ്മൾ 20 റൂം കടയാണ്. പിന്നെ ഇനി 3 വീടിയിൽ വേറൊരു 5-6 മുറി കടകൾ ഉള്ള ഒരു വരവേ നമുക്കുള്ളൂ. നികുതി ഈ MLA അതുപോലെ MP ഫണ്ടുകളുടെയൊക്കെ അതെങ്ങനെയാണ് കൃത്യമായി മേടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന്റെ ഫണ്ട് വിനിയോഗത്തിലടക്കം അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും? MLA ഫണ്ട് തന്നെയാണ് നമുക്ക് ഈ അംഗൻവാടിക്ക് തന്നത്. പിന്നെ MLA കുറച്ച് റോഡുകൾക്കായിട്ട് കുറച്ച് ഓരോ വർഷവും തന്നിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ ഈ വർഷം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ MP ഫണ്ടാണ് ഇപ്പം ഈ സബ് സെൻറ്റർ എങ്ങനെ പണിയുന്നത്. അതേപോലെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഒക്കെ വിഹിതം കിട്ടിയിട്ട് ഇനി നമ്മൾ ലൈഫിലേക്ക്, ഈ ലൈഫ് 10-200 വീട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 200 അല്ലെങ്കിൽ 250 × 4 ലക്ഷം ഒന്ന് കൂട്ടി നോക്കി എത്ര ഫുള്ള് ഫണ്ടൊന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് വിഹിതം, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം, സർക്കാർ വിഹിതം പ്ലസ് നമ്മൾ വായ്പ എടുത്തിട്ടാണ് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത്. മറ്റു പഞ്ചായത്തുകളിലൊക്കെ ചിലപ്പോൾ പ്രധാനമായുള്ളൊരു ആരോപണം ഈ മുന്നണി സംവിധാനത്തിൽ പോകുന്നൊരു സമിതി ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷമൊന്നും ഇല്ല എന്ന് ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട്. പ്രസിഡന്റൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ, അതായത് പല പഞ്ചായത്തുകളും നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യം, ഫണ്ട് വിഹിതത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു, ഭരണപക്ഷത്തുള്ള മുന്നണികളുടെ ആളുകൾക്ക് കൂടുതൽ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് പഞ്ചായത്ത് തന്നെ തനത് വണ്ടിയിൽ നിന്ന് വരുന്ന ഫണ്ട് മാത്രമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ട്. അല്ല, അങ്ങനെ കിട്ടുന്ന ഫണ്ടുകളിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന വിഹിതത്തിന് ഇവരുടെ ഒന്നും ഒരു ഫണ്ടും ഈ ടൈമില് 10 പൈസ ലഭിച്ചിട്ടില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഊരാളുകൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ ഒരു എഗ്രിമെന്റ് വെക്കുമ്പോൾ ആ എഗ്രിമെന്റിന്റെ ഒരു കാലാവധി ഉണ്ട്. ഇത്രാം തീയതിക്കുള്ളിൽ അത് തീർക്കണം. എത്ര നാളായി എന്ന് പറയും, എത്ര കൊല്ലായി എന്ന് പറയും ഇപ്പോൾ ഇത് കഴിഞ്ഞു പോയിട്ട്. എന്നിട്ടും ഈ മാർച്ച് 31 എന്ന് പറയുന്നത് തീരുന്നെന്ന് പറയുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ സമയം തെറ്റി കഴിഞ്ഞിട്ട് കരാർ ലംഘിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി പഞ്ചായത്താണ് അത് എടുക്കേണ്ടതാണ്. ഒരാളുടെ സൊസൈറ്റിക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം, ഫണ്ട് ഞങ്ങൾക്ക് തരുന്നതിലൊരിക്കലും രാഷ്ട്രീയമൊന്നും കാണാറില്ല. അത് 100% വിധിച്ചു കൊടുക്കുമ്പോൾ ആ രീതിയിൽ പോകാറെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഇവിടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു പ്ലേ ഗ്രൗണ്ട് ഇല്ല. കുട്ടികൾക്ക് കളിസ്ഥലം മാത്രമല്ല, വയോജനങ്ങൾക്ക് ഇന്ന് ഒരു വാക്കിങ്ങോ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഗ്രൗണ്ട് വേണം. അത് ഈ പഞ്ചായത്തിന് ഇല്ല. അത് നേരത്തെ നോക്കേണ്ടതാണ്. പിന്നെ ഒരു കുടിവെള്ള പ്രശ്നം, അത് ഞാൻ നേരത്തെ പറയാറുള്ളതാണ് ഈ കുടിവെള്ള പ്രശ്നം. പക്ഷെ അതിനൊരു തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് പോണേലും മുമ്പ് ചെയ്യാൻ പറ്റുന്ന പ്രസിഡന്റ് ഒരു ഉറപ്പ് പറയുന്നുണ്ട്. അത് സന്തോഷം. അത് കുടിവെള്ളം ഞാൻ വിട്ടുപോയതാണ്. നമുക്കറിയാം ഇപ്പം ജലജീവൻ മിഷൻ പദ്ധതിയിൽ കുറേയേറെ പ്രശ്നം ഇപ്പം ഈ പഞ്ചായത്തിൽ മാത്രമല്ലല്ലോ, അത് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ രാധ മെമ്പർ പറഞ്ഞ മാതിരി അവിടെ ഒരു ഇത്തിരി വിഷയമുണ്ട്. അത് നമ്മൾ ആ PWD വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോട്ടിൽ പണ്ട് മുതൽ ഈ പൈപ്പ് ഇട്ടിട്ട് അത് വളരെയേറെ പ്രശ്നമുണ്ട്. അത് നമ്മളിപ്പോൾ ജില്ലാ കളക്ടർ മുന്നിലും PWD അവിടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ റോഡ് 2 സൈഡിലും പൈപ്പ് ഇട്ടാൽ മാത്രമേ 2 ഭാഗത്തേക്കും വെള്ളം വരും. അത് അവർക്കൊക്കെ അറിയാം. അത് പിന്നെ അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ സ്വന്തമായി പെരിഞ്ഞനം ഒരു കുടിവെള്ള പദ്ധതി, അതായത് 14-ാം വാർഡിൽ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നമ്മൾ കിണർ താത്തിയിട്ടുണ്ട്. ഇനി കിണർ നിന്നുള്ള വെള്ളം ഗ്രൗണ്ട് വാട്ടർ പരിശോധനയ്ക്ക് അയച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് അതിൻ്റെ മോട്ടോർ ഷെഡ്, ടാങ്ക് ഇതെല്ലാം പണിതിട്ട് 14-15 വാർഡുകളിലേക്കാണ് കൂടുതൽ. അത് എല്ലാ വീടുകളിലേക്ക് എത്തിക്കുകയല്ല, നമ്മൾ കോമൺ ആയിട്ട് 2-3 ഇടത്തേക്ക് വെള്ളം ടാങ്കിലേക്ക് കൊടുക്കാമെന്നുള്ളൊരു വിധത്തിലാണ് നമ്മൾ അതിനൊരു 50 ലക്ഷം അഗ്ലോമറേഷൻ്റെ ഫണ്ട് നമുക്ക് ബഹുവർഷ പ്രൊജക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പം അത് നമ്മളൊരു മാതൃകാ കുടിവെള്ള പദ്ധതി ചെയ്തിട്ട് അത് നമ്മൾ വിജയിച്ചാൽ മറ്റു വാർഡുകളിലേക്കും കുടിവെള്ള ക്ഷാമം ഉള്ള വാർഡുകളിൽ ഇതുപോലുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് നമ്മളത് ചെയ്യും. പിന്നെ കളിസ്ഥലം പറയാം. പിന്നെ ഈ പറഞ്ഞ മാതിരി 6ഉം 7ലും ഇതുപോലെ വെള്ളത്തിന് പ്രശ്നമുള്ള വാർഡായിരുന്നു. അവിടെ ഒരു സ്വകാര്യ വ്യക്തി മതിലകത്ത് വീട്ടിൽ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ ആൾ ഇതേപോലെ അയാളെ കുളത്തിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ച് 7ാം വാർഡിലേക്കും 6ാം വാർഡിലുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും കൊടുക്കുന്നത് കൊണ്ട് നമ്മൾക്കത് വലിയൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇതേപോലെ വെള്ളത്തിൻ്റെ ഭയങ്കര ഒരു പ്രശ്നം വന്നേനെ അതൊരു നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ എന്നിട്ട് പറഞ്ഞ കളിസ്ഥലം നമുക്ക് കളിസ്ഥലം കിട്ടാൻ നമ്മളെ പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്മളുടെ തനത് ഫണ്ടും MLAയും അല്ലെങ്കിൽ സർക്കാർ ഫണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കളിസ്ഥലം ഇല്ല, നമുക്ക് കിട്ടാനില്ല, സ്ഥലപരിമിതി ഇല്ല. അതന്നെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായി, പക്ഷെ നമുക്ക് കിട്ടാനില്ല. അതാണ് പ്രശ്നം. ആ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ കളിസ്ഥലം ഏതാനും സ്വകാര്യ ഒരു കൂട്ടം ആളുകൾ കൂടിയിട്ട് പടിഞ്ഞാറ് ഒരു സ്മാരക സ്കൂളുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു കളിസ്ഥലത്തിന് ഒരു 60 സെൻറ്റോളം 66 സെൻറ്റോളം അത് വാങ്ങിച്ചിട്ടുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അന്വേഷിച്ചാൽ ഷുവറായിട്ടും കിട്ടിയിരിക്കും. അപ്പോഴും സ്ഥലപരിമിതിയാണ്, അതായത് പഞ്ചായത്തിൻ്റെ ഇതുള്ള സ്ഥലങ്ങളില്ല എന്ന് പ്രസിഡന്റ് പറയുന്നത്. അതല്ലേ, അതൊന്നുമില്ല, അന്വേഷിക്കാനല്ല, നമുക്ക് സർക്കാരിൻ്റെ ഒരു റേറ്റ് ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ നമുക്ക് മേടിക്കാം. അവരെന്ന് പറയുന്നത് ഓൾഡ് സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി അവർ ആ വ്യക്തി പറയുന്ന റേറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടാണ് അവർ മേടിക്കുന്നത് സ്ഥലം. അവിടെ മേടിക്കുന്നുണ്ട് ഓൾഡ് സ്റ്റുഡൻ്റ് എന്നും പറഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ സ്ഥലം ഉണ്ട്, അവിടെ പണി നടക്കുന്നുണ്ട്. അവർ ഇതേപോലെ അവർ സ്വകാര്യമായിട്ടാണ്, അല്ലാണ്ട് പഞ്ചായത്തിന് അത് വിട്ടു തരുന്നില്ല. അവർ സ്കൂളിനോടനുബന്ധിച്ച് ഒരു ക്ലബിൻ്റെ പേരിലാണ് അവർ മേടിക്കുന്നത്. നമ്മൾക്ക് അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഇത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ സർക്കാരിൻ്റെ ഒരു റേറ്റ് ഉണ്ടല്ലോ അതനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അന്വേഷിച്ച്. ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് UP സ്കൂളിൻ്റെ കഴിക്കിയ ഭാഗത്ത് ഇതുപോലെ അന്ന് ഒരു 50 സെൻറ്റ് സ്ഥലം കൊടുത്ത് നമ്മൾ കമ്മിറ്റിയൊക്കെ കൂടുകയും അവർ കോടിക്കണക്കിന് രൂപയാണ് പറയുന്നത്. അപ്പോൾ അതാണ്. അതേപോലെ ഇപ്പോഴും നമ്മൾക്ക് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ LP സ്കൂളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കൂട്ടസ്വത്തായിട്ടാണ് കിടക്കുന്നത്. നമ്മളത് ചോദിക്കാൻ, അപ്പം അവർക്ക് കൂട്ടസ്വത്തായതുകൊണ്ട് എല്ലാവരോടും അനുവാദമൊക്കെ മേടിച്ചിട്ട് വേണമെന്നാണ് പറയുന്നത്. അന്വേഷിക്കാതിരിക്കുന്നില്ല. അപ്പം അതാണ് കേട്ടോ. എങ്ങനെയാണ് നേരത്തെ പറഞ്ഞത് ഫണ്ട് വിധത്തിലൊന്നും ചേരിതിരിവോ അല്ലെങ്കിൽ മറ്റേ ഒന്നുമില്ല. ആദ്യം പറഞ്ഞ പോലെ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല. നമ്മുടെ ഫണ്ട് തനത് ഫണ്ട് കുറഞ്ഞതിൻ്റെ മെയിൻ കാര്യം പെരിഞ്ഞനം പഞ്ചായത്തിൽ 3 തിയേറ്ററായിരുന്നു, 3 നിന്ന്. പിന്നെ വലിയൊരു വരുമാനമായിരുന്നു 3 മാർക്കറ്റ്, ആ ബിൽഡിങ് അത് നിന്നു. അപ്പോൾ ഫണ്ട് തനത് ഫണ്ട് പകുതിയായി. പിന്നെ ഗവൺമെൻറ്റിന് ഫണ്ടില്ല, അതുകൂടിയാണ്. പിന്നെ ഈ കളിസ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പെരിഞ്ഞനം പഞ്ചായത്തിന് നല്ലൊരു 60 സെൻറ്റ് സ്ഥലത്ത് ഒരു കളിസ്ഥലം ഉണ്ടായതാണ്. ആ കളിസ്ഥലത്താണ് നമ്മുടെ BK ഗോപാലൻ ഹാൾ എന്ന് പറഞ്ഞിട്ടൊരു ഹാള് പണിത്. അന്ന് വേണമെങ്കിൽ അവിടെ ഹാള് പണിയേണ്ട കാര്യമില്ല, അന്ന് നമുക്ക് സ്ഥലം കിട്ടിയാൽ നല്ല സ്ഥലമായിരുന്നത്, നല്ല ഗ്രൗണ്ടായിരുന്നത്. അവിടെ CO പൗലോസ് മാഷി MP ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇന്ന് ആ BK ഗോപാലൻ ഹാള് പണിതിരിക്കുന്നത്. ഇപ്പം അത് ആ സ്ഥലം കംപ്ലീറ്റ് വേസ്റ്റാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഒരു സൈഡിൽ ഒരു 40% സ്ഥലത്ത് ഈ കമ്മ്യൂണിറ്റി ഹാളുണ്ട്, മറുഭാഗത്ത് പിള്ളേർ കളിക്കണം. അതുകൊണ്ട് വലിയ പ്രയോജനമായിട്ട് ഗുണമായിട്ട് കിട്ടണില്ല. പക്ഷെ ആ സ്ഥലം ഉണ്ടെങ്കിൽ പെരിഞ്ഞനത്തിൻ്റെ ഒരു സ്ഥലക്കെട്ട് പോലെ ഇരുന്നത് അതാണ്. പിന്നെ 2-3 കാര്യങ്ങളുള്ളത് ഞാൻ പറയാം, എൻ്റെയും കൂടി അപാകതയായിരിക്കാം. ഇവിടെ സുനാമി കോളനി എന്ന് പറഞ്ഞിട്ടൊരു 4 കോളനി ഉണ്ട്, 3-4 കോളനി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏകദേശം 25-30 വീടിന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്. എത്രയോ ആൾക്കാർ വീടിന് അപേക്ഷകർ ഇവിടെ ഉണ്ട്, കൊടുക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അത് പഞ്ചായത്തിൻ്റെ കുറവാണോ നമ്മുടെയാണോ അത് മനസ്സിലായി. പഞ്ചായത്തല്ലേ അത് മുന്നിട്ട് അത്തരക്കാർക്ക് ലഭ്യമാകേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട പഞ്ചായത്തിൻ്റെ തന്നെ ചുമതലയല്ലേ അത്? കാരണം അപേക്ഷ ഭരണസമിതി അത് മുൻകൈ എടുത്തിട്ട് കൊടുക്കേണ്ടതായിരുന്നു. അതിൻ്റെ അകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കിട്ടിയവരൊക്കെ വാടകയ്ക്കും കൊടുക്കുകയാണ്. അത് കർശനമായിട്ട് ഇനിയും നമുക്ക് സമയമുണ്ട്, 6-7 മാസങ്ങളുണ്ട് ചെയ്യണത്. ആൾക്കാർക്ക് ഫലപ്രദമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെ കാര്യം, നവകേരള സദസ്സിലൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പെരിഞ്ഞനം പഞ്ചായത്തിൽ ഒരു 500 മീറ്റർ സ്ഥലം, ഒരു 400-500 മീറ്റർ സ്ഥലം ഇതില്ല, കടൽ ഭിത്തിയില്ല. അതിന് നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു പരിധിയുണ്ട്. അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. MLA ആയാലും ഇതൊക്കെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ഞങ്ങൾക്ക് ആ വിഹിതം കിട്ടുന്നുണ്ട്. പക്ഷെ ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വാർഡിലൊന്നും കിട്ടിയിട്ടില്ല.
തരില്ല. അത് ഇത്തിരി രാഷ്ട്രീയം ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും, അത്രേ ഞാൻ പറയുള്ളൂ. കുറ്റപ്പെടുത്തുന്നില്ല, സ്വാഭാവികമാണ്. ആര് ഭരണമുണ്ടായാലും അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നന്നായിരുന്നു. പെരിഞ്ഞനത്തെ ഏറ്റവും വലിയൊരു ആവശ്യമുള്ളൊരു കാര്യമാണ്, പെരിഞ്ഞന 25 സെൻറ്റ് സ്ഥലത്ത് ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്. അത് അന്ന് പ്ലാൻ ചെയ്ത് ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ല. അത് 5-8 സെൻറ്റ് സ്ഥലത്താണ് ആ ബിൽഡിംഗ് കയറ്റിയിരിക്കുന്നത്. ബാക്കി ഏകദേശം 17 സെൻറ്റ് സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ നമ്മൾക്ക് ഇനി നടക്കുന്ന കാര്യമല്ല, അവിടെ കിടത്തി ചികിത്സിക്കാനുള്ളൊരു ബിൽഡിംഗ് പണിയാൻ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, നവകേരള സദസ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കിട്ടിയില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളുടെ 2020-25 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റായിരുന്നത് വലിയൊരു കാര്യമായിരുന്നു. നല്ല സെൻറ്ററിലാണ്. അതായത് രണ്ട് കാര്യങ്ങൾ, ആയുർവേദ കിടത്തി ചികിത്സ അടക്കമുള്ള സൗകര്യങ്ങളിലേക്ക് എത്തണം. ഒപ്പം തന്നെ കടൽ ഭിത്തിയുടെ കാര്യം, കാരണം തീരദേശ മേഖലയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കടൽ ഭിത്തി എന്ന് പറയുന്നത്. പഞ്ചായത്തിന് പരിമിതിയുണ്ട്, എന്നാൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് MLA-മാരെ കൊണ്ട് സംസ്ഥാന സർക്കാരിൽ ഇടപെടിച്ച് നടത്തി സമ്മർദ്ദം ചെലുത്തി അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? അത് എങ്ങനെയാണ്? അത് നമ്മൾ എല്ലാ മീറ്റിങ്ങിലും നമ്മളത് പറയാറുണ്ട്. അത് പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ പറഞ്ഞ മാതിരി MLA അല്ലെങ്കിൽ ഇറിഗേഷൻ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ. അപ്പോൾ നമ്മളെ പെരിഞ്ഞനത്തെ സംബന്ധിച്ച് അത് വലിയൊരു അത്ര പ്രശ്നമല്ല. പക്ഷെ അതിനേനും വലിയ പ്രശ്നങ്ങൾ മറ്റു പഞ്ചായത്തുകളിലുണ്ട്. അപ്പോൾ ചെയ്യാം എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾക്കത് ചെയ്ത് കിട്ടിയില്ല. കാരണം നമുക്ക് അർപ്പത്തോടിൻ്റെ ഒരു സൈഡും ഈ ഇപ്പം മെമ്പർ പറഞ്ഞ മാതിരി കുറച്ച് വേറെ ആദ്യം കടൽ ഭിത്തി ഉണ്ടായതായിരുന്നു, കുറച്ച് ഇങ്ങനെ കേട് സംഭവിച്ചതാണ്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല. പിന്നെ ആയുർവേദ ആശുപത്രി ഈ പറഞ്ഞ മാതിരി കഴുത്തി ചികിത്സയ്ക്ക് അത് കുറച്ച് നാളായി. ഈ പറഞ്ഞ മാതിരി നവകേരള സദസ്സിലും അതിന് മുന്നേ തീരസദസ്സ് ഇപ്പോൾ ഒരു പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ ഇത് തീരദേശത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് അവിടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒന്നും വന്നിട്ടില്ല. നമ്മൾക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായ പാക്കേജുകളോ അങ്ങനെ എന്തെങ്കിലും പദ്ധതി, അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ മാറ്റിവെക്കുന്ന ഫണ്ട് നമ്മൾ ലാപ്ടോപ്പ്, വാട്ടർ ടാങ്ക്, അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണം, ഫർണിച്ചറുകളൊക്കെ അതിപ്പോൾ 2-3 വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്നതിനുള്ള ഫണ്ട് വെച്ച് നമ്മളത് ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഒരു വർഷം നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് വല കൊടുത്തു. അപ്പോൾ നമ്മളുടെ മിതമായ ഫണ്ട് കൊണ്ട് ഇവരെ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടും, മറ്റു ആസൂത്രണ സമിതി കൂടും. അതിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചത് ഇപ്പോൾ ഈ വർഷത്തെ നമ്മൾ എല്ലാം അത് ചെയ്തിന് ഫർണിച്ചർ കൊടുക്കാനുണ്ട്. ഇപ്പോൾ 20-ാം തീയതിക്ക് ഫർണിച്ചർ വരുന്നതാണ് ഫിഷറീസ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. ഈ കേന്ദ്ര ആവിഷ്കൃത അതല്ല സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ അത് പഞ്ചായത്തിൽ എത്രത്തോളം, ഇപ്പം തൊഴിലുറപ്പ് 100 ദിനങ്ങളാണെങ്കിൽ പോലും അത്തരം പദ്ധതികളുടെ ഒരു തൊഴിലുറപ്പ് പദ്ധതിയും ഈ പറഞ്ഞ മാതിരി ഒരു വർഷം 2 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ പഞ്ചായത്തിൽ മെറ്റീരിയൽ വർക്ക് കുറവായിരുന്നു. മെറ്റീരിയൽ വർക്ക് എടുത്താൽ തന്നെ ഒരു കോൺട്രാക്ടർമാർ അത് എടുക്കാൻ വരുന്നില്ല, നമ്മൾ ഇട്ടാൽ തന്നെ. എന്നിരുന്നാലും 2-3 ചെറിയ ഈ പറഞ്ഞ മാതിരി 10 അടി വഴി അല്ലെങ്കിൽ 3 അടി വഴി ഉള്ള പോലത്തെ റോഡുകളൊക്കെ 2-3 നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആട്ടുംകൂട്, കോഴിക്കൂട്, തൊഴുത്ത് ആവശ്യപ്പെട്ട് വരുന്നവർക്കൊക്കെ. പക്ഷേ നമുക്കതിൽ നിർദ്ദേശമുള്ളതെന്ന് വെച്ചാൽ SC വിഭാഗക്കാർ BPL ആയിട്ടുള്ളവരാണ് ചെയ്യാനാണ് അത് പറയുക. പക്ഷേ ഇവർക്ക് എന്ന് വെച്ചാൽ അവരെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യാനില്ല. ഇത് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ എത്തുമ്പോഴാണ് ഫണ്ട് അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ ആവശ്യപ്പെട്ട് വരുന്നത് APL ആയിട്ടുള്ള ആളുകളാണ്. എന്നാലും അവരെ സാമ്പത്തിക ഇത് നോക്കിയിട്ട് അവർ തന്നെയാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ വർക്ക് ഷെഡായാലും തൊഴുത്തായാലും ആട്ടുംകൂടായാലും പിന്നെ ഇപ്പോൾ സോക്ക് പിറ്റ്, അതായത് നമ്മുടെ മലിനജലം അടുക്കളയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം നിക്ഷേപിക്കുന്നതിന് വേണ്ടി സോക്ക് പിറ്റുകളൊക്കെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം തോടുകളും ഇപ്പോൾ പറമ്പിലാണെന്ന് വെച്ചാൽ കൃഷിക്ക് നിലമൊരുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മാനദണ്ഡം ഉണ്ട്, അതനുസരിച്ചാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഏതാണ്ട് 2 കോടിയോളം രൂപ ഓരോ വർഷം ചിലവഴിക്കുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ വർഷം 10-300 പേര് 100 തൊഴിൽ ദിനം തികഞ്ഞവരുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ മാർച്ച് 31-നുള്ളിൽ ഒരുവിധം ആളുകൾ 100 തികയ്ക്കും ആണ് വിശ്വാസം. അതിൽ വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് നേരത്തെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവിടെ ശരിക്കും തെങ്ങ് കൃഷിക്കാരാണ് ശരിക്കും. അവർക്ക് വേണ്ട രീതിയിലുള്ള തെങ്ങിൻ്റെ തടവെടുപ്പും അതുപോലെ തന്നെ പൊലികൂട്ടിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ ഈ പ്രദേശത്ത് കർഷകർക്ക് വേണ്ട കാര്യം. അത് പടെ നിർത്തിവെച്ചു, അത് വേണ്ടാന്ന് വെച്ചു. അത് ശരിക്കും ഇപ്പോൾ ചെയ്യുന്ന പലതും വടക്കേ ഇന്ത്യയിലോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. നമുക്ക് യോജിച്ചത് പ്രധാനമായിട്ട് തെങ്ങ് കൃഷിക്ക് വേണ്ടത് സമയബന്ധിതമായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഈ പൊലികൂട്ടലും ഇതെടുക്കണം, തെങ്ങിന് തടമെടുക്കലും അത് വേണ്ടാന്ന് വെച്ചിരുന്ന കേന്ദ്ര സർക്കാർ. ഈ എനിക്കൊന്ന് ബജറ്റ്
ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ബജറ്റ് എനിക്ക് അവസാന ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ യുവാക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാർഷിക രംഗത്തേക്കായാലും അല്ലെങ്കിൽ യുവാക്കൾ തൊഴിലില്ലായ്മ സംബന്ധിച്ചായാലും വനിതാ ശാക്തീകരണം അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുണ്ടല്ലോ യുവാക്കളെ സംബന്ധിച്ച്. അതിലൊക്കെ പഞ്ചായത്തിൻ്റെ പുതിയ ബജറ്റിൽ എങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത്? അവർക്ക് കൊടുക്കുന്ന കൂടുതൽ പ്രോത്സാഹനങ്ങൾ, പദ്ധതികൾ എന്തൊക്കെയാണ്? ആർക്ക് പ്രസിഡന്റ്? യുവാക്കൾ എന്ന് വെച്ചാൽ യുവതികൾക്കായിട്ട് നമ്മൾ തൊഴിൽ സംരംഭം അത് നമ്മളെല്ലാ വർഷവും വെക്കുന്ന പോലെ തന്നെ നമ്മളും അത് വെച്ചിട്ടുണ്ട്. യുവാക്കൾക്കായിട്ട് നമ്മൾ അങ്ങനെ കൂടുതൽ അതിനായിട്ട് ഊന്നൽ കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം നമുക്കറിയാം കുടുംബശ്രീയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ജോബ് സ്റ്റേഷൻ അറിയാലോ, തൊഴിൽ മേള വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുടുംബശ്രീ വഴി എല്ലാവരെയും ലോ കോസ്റ്റ് ചെയ്ത് എല്ലാവരെയും, അത് കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾ ഒരു കുടുംബത്തിലുള്ള, അത് ആൺകുട്ടികളാവാം പെൺകുട്ടികളാവാം, എല്ലാവരെയും രജിസ്റ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് ആ തൊഴിൽ അല്ലെങ്കിൽ ആ ജോബ് സ്റ്റേഷനിൽ എല്ലാവരെയും രജിസ്റ്റർ ചെയ്ത് പങ്കാളികളാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ കേരളോത്സവം വെക്കുന്നുണ്ടല്ലോ എല്ലാ വർഷവും, അതൊക്കെ യുവാക്കൾക്ക്. പിന്നെ അതുപോലെ ലൈബ്രറികളിലേക്കൊക്കെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെ ഒക്കെ ചെയ്തു വരുന്നു. ഇപ്പം കാരണം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരി പോലുള്ള മയക്കുമരുന്ന് കാര്യങ്ങൾ. അതിന് വെച്ചിട്ടുണ്ട് നമ്മളത് സമഗ്രാരോഗ്യ പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തും. പക്ഷേ ഇപ്പോഴും നാളിന് അതിൻ്റെ പഞ്ചായത്ത് തല സംഘാടക സമിതി വെച്ചേക്കണം. അപ്പോൾ അതിൽ നമ്മൾ കമ്മിറ്റികൾ രൂപീകരിക്കും. അവിടെ നിന്ന് വരുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് ചെയ്യാന്നുള്ളത് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. അത് വലിയ ഒരു വിപത്ത് തന്നെയാണ്. അത് നമ്മൾ കുറച്ച് നാൾ മുന്നേ നോക്കേണ്ടതായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ മണ്ഡലം തലത്തിലുള്ള മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ വാർഡ് തല സമിതികൾ രൂപീകരിക്കും. എല്ലാത്തിൽ നിന്നും വരുന്ന എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അങ്ങനെയായിട്ട് നമ്മൾ. കാരണം സംസ്ഥാനത്ത് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അതിൽ പങ്കാളികളാകാൻ കഴിയുക. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആൾ. എന്തായാലും ഈ വാർഡ് തല സമിതികളൊക്കെ കൂടി വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി മയക്കുമരുന്ന് ഇല്ലാത്ത അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ കച്ചവടം ചെയ്യാത്ത ഒരു പഞ്ചായത്താക്കി തീർക്കാൻ തന്നെയാണ് നമ്മളുടെ എല്ലാവരും ശ്രമം. അങ്ങനെ തന്നെയാണ് ഇത് കേട്ടപ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഓരോന്ന് നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ നമുക്കും മനസ്സ് വളരെ വേദനിക്കുന്നുണ്ട്. അത് നമ്മളെ പഞ്ചായത്തിൽ അതുപോലുള്ളൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കുഴിമന്തി കഴിച്ചിട്ട് ഒരു സ്ത്രീ മരിച്ചു. ആ സമയത്ത് ഒരു മാസക്കാലം നട്ടോട്ട, കേരളം മുഴുവൻ നട്ടോട്ട, എല്ലായിടത്തും റെയ്ഡുകളും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. അത് 1, 2, 3 മാസം മാക്സിമം. അത് ഈ പഞ്ചായത്തും അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അതിനോട് വലിയ ഉഷാർ കാണിക്കുന്നില്ല. അതിനൊരു ഫോളോഅപ്പ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടി ഒരു 5 ആളെ കൊന്നു, 5 ആളെ അടിച്ചു കൊന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതെ ഇനിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നെട്ടോട്ടായിരിക്കും. ഞാൻ എഴുതി വെച്ചോ, ഞാൻ പറയുന്നത് 2, 3 മാസം ഉണ്ടാവും. പക്ഷേ ഇതൊരു തുടർക്കഥ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ഇതിന് എതിരെ ഇത് പഞ്ചായത്ത് വിചാരിച്ചാലോ ചിലപ്പോൾ സർക്കാർ വിചാരിച്ചാൽ പോലെ ഇത് നിർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് നല്ല രീതിയിലുള്ള കേന്ദ്ര സർക്കാർ ഒരു നിയമം, പുതിയൊരു നിയമം തന്നെ കൊണ്ടുവരണം. സൗദിയിലെ നിയമങ്ങളൊന്നും ഇല്ലെങ്കിലും അതിനോടടുത്തൊരു നിയമം തന്നെ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സംഭവം തന്നെ നിൽക്കുള്ളൂ. അതെന്ന് വെച്ചാൽ സകല കുട്ടികളും പണ്ടൊക്കെ 30-നും 50-നും 40-നും ഇടയിലൊക്കെ പിള്ളേരായിരുന്നു. ഇന്നീ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ, 8 വയസ്സിന് മേലുള്ള എല്ലാ പിള്ളേരുകളും ഇതിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്ത് തന്നെ ഇപ്പം ഇന്നലെ വിനിയാന്നങ്ങാണ്ട് ഒരു നമ്മുടെ പെരിഞ്ഞടുത്ത് നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചു. അപ്പോൾ ഒരു തമാശ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വേറൊരു കട അപ്പുറത്ത് വഴിയമ്പലത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചിട്ട് അദ്ദേഹം ഇവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞതെന്ന് അറിയോ, പൈസ കൊടുത്തിട്ട് അതപ്പം തന്നെ വിട്ടുകൊടുത്തു. ഈ പിടിച്ച കക്ഷി ഇവിടെ ഉണ്ടായില്ല. ആളുടെ നാട്ടിലായിരുന്നു. അയാളുടെ ഒരു അനിയനും വേറെ 1-2 പണിക്കാരും കൂടിയാണ് ഇപ്പം ഈ 2.25 കിലോ ചെയ്തത്. അപ്പോൾ അയാളുണ്ടായിരുന്നെങ്കിൽ ഈ കേസും തീർത്ത് കളഞ്ഞേനെന്നാണ് പറയുന്നത്. ഇതാണ് പ്രശ്നങ്ങൾ. നിയമങ്ങൾ ശക്തമല്ല എന്നുള്ളതാണ്. യെസ്, നിയമം ശക്തമല്ല. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് പഞ്ചായത്തുകൾക്ക് കൂടുതൽ അല്ലെങ്കിൽ വാർഡ് തലങ്ങളിൽ കൂടുതൽ ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാം. യുവാക്കളെ അല്ലെങ്കിൽ മറ്റേ ഈ ലഹരിയിൽ നിന്ന് അകറ്റാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ കളിസ്ഥലങ്ങളുടെയൊക്കെ പോരായ്മ അവിടെയാണ് വരുന്നത്. അതായത് അത്തരം മേഖലകളിലേക്ക് യുവാക്കളെ കടത്തിവിടുന്നതിൽ പഞ്ചായത്തുകൾക്ക് വലിയ പങ്ക് വഹിക്കാനുള്ളതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് രാധാകൃഷ്ണൻ മെമ്പർക്ക് മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ പദ്ധതിനെ പറ്റി പറയുകയാണെങ്കിൽ പെരിഞ്ഞനം പഞ്ചായത്തിൽ 100% ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൻ്റെ ഉൽപ്പാദന മേഖലയിൽ, അതായത് മത്സ്യമേഖലയിൽ എടുത്തു കാണിക്കപ്പെടുന്ന പദ്ധതികളൊക്കെയാണ് നടപ്പിലാക്കുന്നത്. ശുദ്ധജലത്തിന് വേണ്ടി വാട്ടർ ടാങ്ക് കൊടുക്കുക, പിന്നെ
കുട്ടികൾക്ക് 5ാം ക്ലാസ് പഠിക്കുന്ന മേലെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്ത് കൊടുത്തിട്ടുണ്ട്? ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട്, ടേബിൾ. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ് കൊടുക്കുന്നത്. PG ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ കൊടുത്ത കുട്ടികളിൽ മിക്ക കുട്ടികളും എൻജിനീയേഴ്സും ഡോക്ടേഴ്സും അതാണ്. അതൊരു നല്ലൊരു പരിപാടിയാണ്. അതുപോലെ വെറ്റിനറി ഇതിൽ കാലിത്തീറ്റ കൊടുക്കൽ, അത് കർഷകന് വലിയൊരു ഗുണമാണ്. അതൊക്കെ കിട്ടണോണ്ടാണ് ഇന്ന് വേണമെങ്കിൽ ഈ ക്ഷീര കർഷകർ ഈ പശുവിനൊക്കെ വളർത്തി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം മനസ്സിലായി. അതൊക്കെ നല്ലൊരു പദ്ധതി തന്നെയാണ്. പിന്നെ പട്ടികജാതിക്കാർക്ക് അത് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെ നേരത്തെ പറഞ്ഞിട്ട് യുവാക്കൾ കാലഘട്ടത്തിൽ ഒരാളും കാർഷിക മേഖലയിലേക്ക് കയറി വരണില്ല. കാരണം ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞ പഴയ കാലത്തൊക്കെ 8 മണിക്ക് വന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ പൈസ കിട്ടുന്നത്, അതിനൊന്നും ആൾക്കാർക്ക് 1 മണിക്കൂർ പണിയെടുത്തിട്ട് 1000 രൂപ പോക്കറ്റിൽ വെക്കുന്നതാണ് ഈ കാലഘട്ടം. അതാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ മക്കളായാലും ഇതിനൊന്നും ഒരാളും തയ്യാറാവുന്നില്ല. അതുപോലെ ഈ ഇതുപോലുള്ള ലഹരി വസ്തുക്കളുണ്ടല്ലോ, നമ്മുടെ മക്കളോടൊന്നും പറഞ്ഞിട്ടൊന്നും കൈയൊഴിയുന്നതല്ല. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അവരെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ വേറെ വിധത്തിലാണ്. ഓരോരുത്തരും നമ്മുടെ മക്കളെ പിടിച്ച് ശ്രദ്ധിച്ചാൽ കുറേ അതിൻ്റെ അകത്ത് ഇതാവാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഇന്നത്തെ ഈ മൊബൈൽ നല്ലതാണ്, അതിനേക്കാൾ കൂടുതൽ ദോഷം ഈ മൊബൈൽ വന്നതിന് ശേഷമാണ് ഈ വക കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് പറയണം, എങ്ങനെ പറയണം, ഏത് പറയണമെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഈ കൊറോണ സമയത്ത് പഠിക്കാൻ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ കൊടുത്ത്, കുറേ മൊബൈൽ കൊടുത്ത്, ഇവിടെ 100-200ഓളം മൊബൈൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർ വേറെ വിധത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. നമ്മൾക്കൊന്നും അതുമേലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്ത് തന്നെ ആയാലും. പിന്നെ അടുത്ത തലമുറ എങ്ങനെയെന്ന് നമുക്ക് വരുമ്പോൾ കാണാം. അത്ര നമുക്ക് പറയാൻ പറ്റും. ഈ വിമുക്തി പോലുള്ള പദ്ധതികൾ, എക്സൈസിന്റെ അപ്പോൾ അത്തരം പരിപാടികൾ കൂടുതൽ ജോയിൻ ചെയ്തുകൊണ്ട് പഞ്ചായത്തിന് വാർഡ് തലങ്ങളിൽ അത്തരം പ്രവൃത്തികൾ നടത്താം. നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് കായിക രംഗങ്ങളിൽ, കലാകായിക രംഗങ്ങളിൽ യുവതികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് പദ്ധതികൾ പ്രത്യേകമായി തയ്യാറാക്കാൻ പഞ്ചായത്തിന്. അങ്ങനെ നിരവധിയാണ്. അതായത് ജനങ്ങളുമായി യോജിച്ചുകൊണ്ട് തന്നെ, അല്ല സംഘടനകൾ, അതുപോലെ ക്ലബ്ബുകൾ, അത്തരം കാര്യങ്ങളുമായി യോജിച്ചുകൊണ്ട് തന്നെ വിവിധ പദ്ധതികൾ തയ്യാറാക്കാം. എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ഒരുവിധം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും സമയപരിമിതി ഉള്ളതുകൊണ്ട് പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ ഒരു സമഗ്രമായ ചർച്ചയിലേക്ക് തന്നെ നീങ്ങിയെന്ന് തന്നെ കരുതുന്നു. ഈ സമയം നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിനീത, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ഉല്ലാസ്, ശ്രീ രാധാകൃഷ്ണൻ എന്നിവർക്കുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു പഞ്ചായത്തിൻ്റെ സമഗ്രമായ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.